നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരെ രാഷ്ട്രപതി നൽകിയ റഫറൻസിൽ സുപ്രീംകോടതിയിൽ വാദം ആരംഭിച്ചു. സുപ്രീംകോടതി വിധിയിൽ പൊരുത്തക്കേടുണ്ടെന്നും വിധി രാഷ്ട്രപതിയുടെ കൈകൾ ബന്ധിക്കുന്നതിന് തുല്യം എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. റഫറൻസിനെ കേരളവും തമിഴ്നാടും എതിർത്തു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുമോ എന്നതിലായിരുന്നു സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പ്രാഥമിക വാദം കേട്ടത്. റഫറൻസിനെ കേരളവും തമിഴ്നാടും ശക്തമായി എതിർത്തു. സുപ്രീംകോടതി വിധി മറികടക്കാനാണ് റഫറൻസിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് കേരളം. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതലയെന്നും കേരളം വാദിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് തമിഴ്നാട് വാദിച്ചു. റഫറൻസിനെ അനുകൂലിച്ച് വാദമുന്നയിച്ച കേന്ദ്രം വിധി ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. വിധി രാഷ്ട്രപതിയുടെ കൈകൾ ബന്ധിക്കുന്നതിന് തുല്യമെന്നും ബില്ലിൽ അനുമതി നൽകണോ വേണ്ടയോ എന്ന രാഷ്ട്രപതിയുടെ അധികാരത്തിലേക്കാണ് കോടതി കടന്നുകയറിയതെന്നും കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. ഗവർണർക്ക് വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ബില്ലുകൾക്ക് അനുമതി നൽകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ലെന്നും കേന്ദ്രം ഭരണഘടനാ ബെഞ്ചിനെ അറിയിച്ചു. സുപ്രീം കോടതി വിധിയിൽ ഭരണഘടനാ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി വ്യക്തമാക്കി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.